കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. പത്രോസിൻ്റെ രണ്ടാം ലേഖനം എൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വാക്യങ്ങളാണ് നമുക്കിനി ധ്യാനിക്കാനുള്ളത്. അത് മറ്റു ഭാഗങ്ങളൊക്കെ അല്പാൽപമായിട്ട് നമ്മൾ ധ്യാനിച്ചു എന്നാണ് എൻ്റെ ചിന്ത. ഈ ഭാഗങ്ങൾ വേറെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ അധ്യായത്തിൻ്റെ ഈ ചാപ്റ്റർ സ്റ്റഡിയിൽ ഇത് വന്നതുകൊണ്ട് അതൊന്നുകൂടി ധ്യാനിച്ചു പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനിലായിരിക്കാം. ഇവിടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്ന ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ശ്രദ്ധിക്കണേ, ഒരു വലിയ സബ്ജക്റ്റാണ്. അതാണ് ഞാൻ പിന്നെ ഇത് ഭാഗം ചിന്തിക്കാനായിട്ട് ദിവസത്തിൽ സമയം വേർതിരിക്കാനിടയായി തീർന്നത്. ഇവിടെ പറയുന്നത് കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടുക. ലോകത്തിൻ്റെ അശുദ്ധി നമുക്ക് വിട്ടോടണമെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം, ആ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വർദ്ധിച്ചു വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ ലോകത്തിൻ്റെ അശുദ്ധികളെ നമുക്ക് വിട്ടുവിടാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനം, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുദിനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ സാരാംശം. നമ്മൾ എല്ലാ ദിവസവും വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. മൃഷ്ടാന ഭോജനം കഴിക്കും നമ്മൾ. ചിലർ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നല്ല നല്ല ഫുഡുകൾ കഴിക്കും, നല്ല കാര്യം. അതുപോലെ ദൈവവചനമാകുന്ന മന്ന നമ്മൾ നന്നായി ഭക്ഷിക്കണം. വചനത്തിൻ്റെ പോഷണം നമ്മുടെ ഉള്ളിലേക്ക് കയറണം. ഇന്ന് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ മർമ്മങ്ങളും ആ സ്വർഗീയമായ വെളിപ്പാടുകൾക്കും പലർക്കും വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. തെറ്റായ നിലയിൽ പല വാക്യങ്ങളെയും കൂട്ടിക്കളയുകയും കൂട്ടിച്ചേർക്കുകയും മറിച്ചുകളയുകയും ചെയ്തു വരുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. അവർ വെളിപ്പെടുത്തുന്നത് ദൈവിക മർമ്മങ്ങളാണ് വചനത്തിലൂടെ. അത് ആ നിലയിൽ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയണം. കർത്താവ് പറഞ്ഞ ഓരോ വചനത്തിൻ്റെയും അർത്ഥങ്ങളും അതിൻ്റെ പൊരുളുകളും വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ സഹായത്താൽ നമ്മളത് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. തിരുവഴുത്തുകളെ ദൈവശക്തി അറിയായികൾ തെറ്റിപ്പോകുന്നു കർത്താവ് പറഞ്ഞു. സഹോദരങ്ങളെ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടണം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മുമ്പത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ശ്രമിക്കുകയാണ്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് നിന്നിരിക്കുന്നു. അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോൾ എല്ലാം ഛേദമെന്നെണ്ണുന്നു. പൗലൂസിന് ലാഭമായിരുന്ന ഇസ്രയേൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരും ബെന്യാമിൻ ഗോത്രക്കാരും, ഇബ്രാഹിം ജനിച്ച ഇബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ഇതൊക്കെയും തനിക്ക് ലാഭമായിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത വന്നപ്പോൾ ഇതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ക്രൂശിൻ്റെ സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ക്രൂശിൻ്റെ സാക്ഷിയായി പൗലൂസ് മുൻപോട്ട് പോകാനിടയായി തീർന്നു. ഹല്ലേലൂയ.
തൻ്റെ കഷ്ടതയാകുന്ന ക്രൂശും എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പുറകെ. കർത്താവിൻ്റെ ക്രൂശ് ആരും എടുക്കണ്ട. ഇത് പലരും കർത്താവിൻ്റെ ക്രൂശ് എടുക്കാൻ പോവുക. നാം നമ്മുടേതായ കഷ്ടതയാകുന്ന ക്രൂശ് എടുത്ത് കർത്താവിൻ്റെ പുറകെ പോകും. ഹല്ലേലൂയ. ക്രൂശ് കഷ്ടതയെ കാണിക്കുക. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ മാതൃക വെച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിനെ പിൻപറ്റുന്നവന് കഷ്ടതയുണ്ട്. കഷ്ടതാകുന്ന ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പുറകെ നമ്മൾ പോകണം. ആ പൗലോസ് പോകാനിടയായത് എന്താ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. നമുക്ക് എത്ര പേർക്ക് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട് ഉള്ളിൽ? കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ജ്ഞാനം നമ്മുടെ എത്ര പേരുടെ ഉള്ളിലുണ്ട്? ഒന്ന് ചിന്തിക്കാറുണ്ടോ വല്ലപ്പോഴും? നമുക്ക് ഒത്തിരി അറിവുകളൊക്കെ ഉണ്ട്. ഈ ലോകത്തിൻ്റെ വലിയ വലിയ അറിവുകൾ നമുക്കുണ്ട്. വലിയ സ്കോളേഴ്സാണ്, വലിയ പാസ്റ്റർമാരും വലിയ പണ്ഡിതന്മാരും വലിയ വലിയ സ്കോളേഴ്സൊക്കെയാണ്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ വചനത്തിൻ്റെ പരിജ്ഞാനം, വിവേകവും സുബോധവും ഉള്ളവർ എത്ര പേരുണ്ട്? പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് മുടിനാര് കീറി ന്യായപ്രമാണം പഠിച്ചവൻ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ലാഭമായിരുന്ന 7 അനുഭവങ്ങൾ, അതാണ് ഫിലിപ്പിയർ 3:5-6 വാക്യത്തിൽ പറയുന്നത്. ആ 7 പദവികൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അത് തനിക്ക് ലാഭമായിരുന്നു. ലാഭമായത് മുഴുവൻ ഛേദമെന്നെണ്ണി ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദമെന്നായി. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മാലിന്യതകളെയും കുപ്പകളെയും അശുദ്ധിയെയും ഛേദമെന്നെണ്ണാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ പരിജ്ഞാനം, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ കയറണം. അത് പൗലോസിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ വിലപ്പെട്ട 7 പദവികൾ വലിച്ചെറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പിറകെ തൻ്റെ ക്രൂശും ചുമന്നുകൊണ്ട് പൗലോസ് പോകാനിടയായി. പൗലോസ് മാത്രമല്ല, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല. അങ്ങനെ ഇന്നത്തെ ശിഷ്യന്മാർക്ക് ഇതൊന്നും വേണ്ട. അവർ ലോകത്തിൻ്റെ കുറേ അറിവുകൾ, ലോകത്തിലെ കുറേ കുറേ തത്വജ്ഞാനം. പലരുടെയും പ്രസംഗങ്ങളിൽ വചനമല്ല പ്രസംഗിക്കുന്നത്, തത്വജ്ഞാനമോ പ്രസംഗിക്കുന്നത്. കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുതേ. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ പ്രസംഗിക്കണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. പണത്തിന് പ്രസംഗിക്കാം, സ്ഥാനമാനങ്ങൾക്ക് പ്രസംഗിക്കാം, പേരെടുക്കാൻ പ്രസംഗിക്കാം, വലിയ ഭൗതിക നേട്ടങ്ങൾ വാരിക്കോരി കൂട്ടാൻ പ്രസംഗിക്കാം. പൗലോസ് പഠിപ്പിക്കുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്ന നിൽക്കാൻ ശ്രമിക്കാനാണ് പൗലോസ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ മർമ്മം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുന്നു, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ ഒരു വലിയ മാർമിക സത്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ കുറേ നാളുകളായി എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്നൊരു വചനമാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിക്കൊണ്ട് താൻ കർത്താവിൻ്റെ പിറകെ പോയി. ഇവിടെ പറയുന്ന വാക്യം ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. മിസ്രയീമിലെ പദവികളൊന്നും വേണ്ട, രാജകുമാരൻ്റെ സ്ഥാനം വേണ്ട, രാജകീയ പ്രൗഢികളൊന്നും വേണ്ട. ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നതാണ് ശ്രേഷ്ഠത എന്ന് കണ്ട് മോശ കൊട്ടാരങ്ങളും പ്രതാപങ്ങളും ഒക്കെ വലിച്ചെറിഞ്ഞ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ ജീവിതം സമർപ്പിക്കപ്പെട്ടു. മോശയുടെ ലീഡർഷിപ്പ് എടുത്തൊന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ഹല്ലേലൂയ.
സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് നമ്മളൊന്ന് ധ്യാനിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്കെത്ര കിട്ടി? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനം, കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം, വചനത്തിൻ്റെ ജ്ഞാനം. കൊരിന്ത്യർ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മാലിന്യതകളും അശുദ്ധികളും നമുക്ക് വിട്ടോടണമെങ്കിൽ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരണം. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മർമ്മങ്ങളായിട്ടാണ് കിടക്കുന്നത്. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ മർമ്മങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ആത്മാവിൽ തന്നെ ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധിയിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തനങ്ങളും അത് ഗുണമില്ല എന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പരിജ്ഞാനം ഉള്ളിലേക്ക് വന്നപ്പോൾ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ വിട്ടോടി. ഇനി അടുത്തത് വേറൊരു സബ്ജക്റ്റിലേക്ക് തിരിയുന്നു. വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടി, വചനത്തിൻ്റെ ജ്ഞാനം കിട്ടി, ഉപദേശങ്ങൾ കിട്ടി, പ്രബോധനങ്ങൾ കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടി, കൃപ കിട്ടി, അനുഗ്രഹങ്ങളെല്ലാം കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് അതിലെന്ത് ചെയ്യണം? ആ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പഴയതിലേക്ക് പോകരുത്. അതാണ് പത്രോസ് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായൊരു പഠനം. പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ലോകത്തിൻ്റെ മോഹം വിട്ടോടി. അങ്ങനെ വിട്ടോടിയവർ ആ പണ്ട് വിട്ടുകളഞ്ഞ അവസ്ഥ അതിലേക്ക് പോയാൽ, അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടുന്നതിന് മുൻപ്, ദൈവത്തിലേക്ക് വരുന്നതിന് മുൻപ്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പാപജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ പുറകോട്ട് പോയാൽ, ഹല്ലേലൂയ, അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയപ്പോൾ ആ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് എന്തിയും, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സൗരപ്പോട് സ്നേഹം കൂട്ടിക്കൊണ്ടിരുന്നോണം. 7 അനുഭവങ്ങളെ കൂട്ടണം. സൗരപ്പിനോട് സ്നേഹം, അത് കൂട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്തോ പറ്റും? പഴയ അനുഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. നമ്മൾ പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം ഞാൻ അതിന് നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഒരു പരാജയം, അവരുടെ പഴയ അനുഭവത്തിലേക്ക് അവർ മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു. അപ്പോൾ സഭയൊക്കെയും, സംഖ്യാപുസ്തകം 14-ന്റെ 1 മുതൽ, അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിനോ യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ, മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയല്ലോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. 4-ാം വാക്യം, നാം ഒരു തലവനെ നിയമിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക,
എന്നവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ശ്രദ്ധിക്കണേ, മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വന്ന ജനം ചില പരിശോധനകളും ചില പ്രതിസന്ധികളും ചില പോരാട്ടങ്ങളും ചില വെല്ലുവിളികളും മുൻപിൽ വന്നപ്പോൾ അവർ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുകയല്ലോ നല്ലത്. വിട്ടുപോകുന്ന മിസ്രൈമിലേക്ക് പോകണം. കനാൻ ദേശം എന്നുള്ള ലക്ഷ്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയി. ഈ പാപമംഗലമായ ലോകത്ത് ജീവിച്ച് നിത്യാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മൾ കർത്താവിനെ കണ്ടെത്തി ആ സ്വർഗീയ ദർശനം പ്രാപിച്ച് ആ ദർശനത്തിനനുസരിച്ച് പൗലോസ് പറയുന്ന സ്വർഗീയ ദർശനത്തിനനുസരണക്കേട് കാണിക്കാതെ ആ ദർശനത്തിനനുസരിച്ച് ജീവിച്ച് നിത്യതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കേണ്ടതിന് പകരം പുറകോട്ട് പോയാൽ എന്ത് സംഭവിക്കും, അതെന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവൃത്തി പുസ്തകത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ ആ ഭാഗം സ്തേഫാനോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമുക്കൊന്ന് ശാന്തമായിട്ടൊന്ന് ധ്യാനിക്കാം. അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട് ഞങ്ങൾക്ക് മുൻപായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. ശ്രദ്ധിക്കണേ, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ തങ്ങളുടെ കൈപ്പണിയല്ലേ, ദൈവം ഉണ്ടാക്കി കൊടുത്തതല്ലല്ലോ. ദർശനം നഷ്ടപ്പെട്ട അഹരോന്റെ പ്രവൃത്തിയല്ലേ. ഇന്ന് ദർശനം നഷ്ടപ്പെട്ട അഹരോന്മാര് തലപ്പത്തിരിപ്പുണ്ട് സഭയില്. അതുകൊണ്ട് സഭ ആത്മീയമായി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഭയുടെ ലക്ഷ്യം ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് വിട്ടിട്ട് ഈ ഭൂമിയിൽ വാരിക്കോരി കൂട്ടി പ്രസ്ഥാനങ്ങളെ വളർത്തി ബ്രാഞ്ചസുകൾ ഉണ്ടാക്കി വലിയ വലിയ സംഘങ്ങളാക്കി ഞങ്ങളാണ് വലുതെന്ന് പറഞ്ഞ് മത്സരിച്ചു കൊണ്ടിരിക്കുക. കോരകന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക. മത്സരികൾ വരേണ്ട ദേശത്ത് പാർക്കുമെന്ന് ഓർത്തോണം. നമുക്കിവിടെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമുക്കിവിടെ ഒരു പ്രസ്ഥാനവും വേണ്ട, ഒരു കൂട്ടവും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വേണം. അതിനൊന്നും ഞാൻ എതിരില്ല. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത് നിങ്ങളാണോ ഞങ്ങളാണോ വലുത്. ഓരോ പ്രസ്ഥാനങ്ങളും അവരവർ മത്സരിക്കുക. കെട്ടിടങ്ങളായി, സ്ഥാനത്തോളം തൊട്ടികളായി, പിന്നെ സെല്ലുകളായി, അവരുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയുള്ള രീതികളാണ് കണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, ഇത് അപകടം വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അബ്രഹാമിനെ ഒന്ന് ചിന്തിച്ചേ. സ്വന്തമല്ലാത്ത ദേശത്ത്, വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ പാർത്തുകൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ ദൈവം ശില്പിയാൽ നിർമ്മിച്ചതിനും അടിസ്ഥാനമുള്ളതിനു വേണ്ടി കാത്തിരുന്നു. അബ്രഹാം സമ്പന്നനായിരുന്നു, ബഹുസമ്പന്നനായിരുന്നു, ലോകത്തിനേക്കാളും ഒക്കെ സമ്പന്നനായിരുന്നു. തനിക്ക് തൻ്റെ സമ്പന്നതയല്ല വിഷയം, തൻ്റെ ലക്ഷ്യം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരമായിരുന്നു. നരകമല്ല, നഗരം. ആ പുതിയ യെരൂശലേം, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മഹാപട്ടണം. അങ്ങോട്ടായിരുന്നു അബ്രഹാമിന്റെ യാത്ര. തൻ്റെ ലക്ഷ്യം, തൻ്റെ ഗോൾ അങ്ങോട്ടായിരുന്നു. ഇന്നോ ഇവിടെ കിടന്ന് പ്രസ്ഥാനം വളർത്തിയെടുക്കുക. ഞങ്ങളാണോ വലിയവരെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഊറ്റം കൊള്ളുക. പരിണിതഫലം ആത്മീക ദാരിദ്ര്യത്തിലേക്കും ആത്മീക കുരുടിലേക്കും ആത്മീക നഗ്നതയിലേക്കും ലവോദിക്ക പോയെന്നാണ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ദൈവമായ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. ലവോദിക്ക പിരീഡാ. കർത്താവിൻ്റെ വരവിന് മുമ്പ് ലവോദിക്ക പിരീഡാണ് ഈ കാലഘട്ടം. ആത്മീക കുരുടന്മാർ, ആത്മീക നഗ്നന്മാർ, ആത്മീക ദരിദ്രന്മാർ. അവർ പറയുന്നത് ഞങ്ങൾ വലിയ സമ്പന്നരാണെന്ന്. ഭൗതിക സമ്പന്നതയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കോടാനുകോടി രൂപയുടെ സമ്പത്തുണ്ട്. 11 കോടിയുടെ ഒരു വീടാണ് ഒരു ഭക്തൻ വെച്ചേക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്ത നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാനതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. കാരണം ഇടയ്ക്ക് നമുക്കിതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ.
ഈ സമ്പത്തിൻ്റെ പുറകെ ഓടുന്നവരെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനിടയായി. സിനി ഫീൽഡിലെ ഏറ്റവും വലിയ ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ് ഷാരൂഖ് ഖാൻ. 92 കോടി രൂപ പെർ ഇയർ താൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ട് പിറകെ തമിഴ് നടൻ വിജയ് 80 കോടി രൂപ. പിന്നെ ഒത്തിരി പേരുണ്ട്. ഈ ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ അതിലെ ആ പ്രസക്തമായ ഭാഗം മാത്രം എടുത്ത് പറയുക. ഇവന്മാരൊക്കെ ഉണ്ടാക്കിയ കാശിൻ്റെ പുറകെ നമ്മൾ അതിൻ്റെ കണക്ക് നോക്കിയിരിക്കുകയല്ല. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത് ആത്മീക സമ്പത്താണ്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിലെ നിക്ഷേപം പുനഃസ്വരൂപിച്ചുകൊള്ളില്ല. അത് ആത്മീകമാണ്, അത് സ്പിരിച്വലാണ്, അത് മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല. ഇവിടെ കെ പി ഓന്നാൻ സാറ് താറാവിൻ്റെ പുറകെ നടന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തിയെന്നെ എൻ്റെ കൂടെ നടന്നൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ശരിയല്ലേ? കോടാനുകോടി സമ്പാദിച്ചു കൂട്ടി അവസാനം എന്ത് സംഭവിച്ചു? ആ മാന്യദേഹത്തിന്, ഇന്ത്യയുടെ അപ്പോസ്തലനായി അറിയപ്പെടേണ്ട ആ മാന്യദേഹത്തിന് എന്ത് സംഭവിച്ചു? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചെറു കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അതിരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളത് വിട്ടോട്. ഒരു സുവിശേഷകൻ ഭൗതികം സ്വരൂപിച്ച് കൂട്ടാൻ പാടില്ല. അവൻ്റെ വീടും അവൻ്റെ സമ്പത്തിനൊക്കെയും വലിയ നിയന്ത്രണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ സമ്പത്ത് ഒരു സാത്താനായി അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചുകൊണ്ട് പോകും. കോടീശ്വരനായ ചെറുപ്പക്കാരൻ നിത്യജീവൻ പ്രാപിക്കാൻ വന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ പോയി മോചന പ്രമാണം അനുസരിക്കുക. അയ്യോ, കുഞ്ഞുനാളിലേ ഞാൻ അനുസരിച്ച് വരുന്നു. ഇന്നത്തെ പെന്തക്കോസ്തുകാരെക്കാളെ എത്രയോ നല്ലവനാണ് ആ ചെറുപ്പക്കാരൻ. അവന് കിട്ടിയ പ്രമാണം അവൻ അനുസരിച്ചു. മോശയിക പ്രമാണം അനുസരിച്ചു. ആ പ്രമാണം അനുസരിക്കുമ്പോൾ കുഴപ്പമില്ല. ഭൗതിക എത്ര കൂടിയാലും കുഴപ്പമില്ല. കാരണം അബ്രഹാമിനും എല്ലാവർക്കും ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. പഴയ നിയമത്തിലെ പിതാക്കന്മാർ ചേർത്ത് കൊടുത്ത് പഠിച്ചവർക്കെല്ലാം കോടീശ്വരന്മാരായിരുന്നില്ലേ അവര്? പുതിയ നിയമത്തിൽ വന്നപ്പോൾ സംഭവം മാറി. ഭൗതിക സമ്പത്തല്ല, ആത്മീക സമ്പത്താ. വിശ്വാസത്തിൽ സമ്പന്നനാകണം, സകല വരത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം, സന്തോഷ സമൃദ്ധി ഉണ്ടാകണം, പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകണം, ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ഉണ്ടാകണം. പഴയ നിയമം പുതിയ നിയമം വിഭാവന ചെയ്യുന്നത് തിരിച്ചു പഠിക്കണം നമ്മൾ. ഹല്ലേലൂയ. സമ്പന്നനായിരുന്ന അബ്രഹാം പോലും ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി അവൻ കാത്തിരുന്നത്. ഇന്നത്തെ ഭക്തന്മാരോ സുവിശേഷം വിറ്റ് കാശുണ്ടാക്കുക. ഷാരൂഖ് ഖാൻ 92 കോടി കൊടുക്കുന്നു പെർ ഇയറിൽ. വിജയ് 80 കോടി കൊടുക്കുന്നു. മറ്റു പലരും ഇങ്ങനെ 70, 60, 30, 40 ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഭക്തന്മാർ എത്ര കോടി കൊടുക്കണ്ടാവോ? അതറിയണമെങ്കിൽ ഇവര് വല്ല പൊളിറ്റിക്കലായിട്ടോ അല്ലെ MLA-മാരായിട്ടോ ലീഡർമാരായിട്ടോ അല്ലെങ്കിൽ ഒക്കെ ഇലക്ഷന് വേണ്ടി ഒരു നിൽക്കാനിടയായി തീരുമ്പോഴാണ് സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്നത്. അത് ജമ്മത്തി നിൽക്കത്തില്ല. അവർ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാർ അവരുടെ ആ പ്രസ്ഥാനങ്ങളിൽ ആ ഇലക്ഷൻ നടത്തുമ്പോൾ സ്വത്ത് വിവരമൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇവിടെ പിന്നെ എന്തും ആകാം. ആത്മീയ കുളത്തിൽ എന്തുമാകാം. വചനമെടുത്ത് എങ്ങനെയും പ്രസംഗിച്ച് എന്തും സമ്പാദിക്കാം. ദുരന്തത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, സുവിശേഷം പ്രസംഗിച്ച് ദൈവവചനം പ്രസംഗിച്ച് സമ്പന്നരാകാൻ വേദപുസ്തകത്തിൽ എങ്ങും പ്രമാണം ഇല്ലവേയില്ല. പിന്നെ എന്തുകൊണ്ട് അവർ സമ്പാദിക്കുന്നു? സുവിശേഷ വേല ചെയ്ത് കിട്ടുന്ന ഒരു പൈസ പോലും സമ്പാദിച്ച് വസ്തു വാങ്ങാനോ കൂട്ടിവെക്കാനോ സ്വരൂപിക്കാനോ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ലെന്നിരിക്കെ ഇന്ന് പല പ്രിയപ്പെട്ടവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? 11 കോടിയുടെ ഒരു വീട് ഒരു ഭക്തൻ വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? സിനി സ്റ്റാർ 5 കോടിയിലെ വീടാ വെച്ചേക്കുന്നത്, 10 കോടിയിലെ വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഞാനിത് സ്വയം കരിവേരി തേക്കുകയാണെന്നൊക്കെ നിങ്ങൾ കരുതരുത് ദൈവമക്കളെ. വേദന കൊണ്ട് പറയുന്നു. നമ്മുടെ സമ്പത്തുകൾക്ക് ദൈവവചന വ്യവസ്ഥപ്രകാരം ഒരു ക്രമീകരണം നാം വരുത്തണം. ഞങ്ങൾ ദൈവവചനം പഠിപ്പിച്ച 90-കാരൻ എപ്പോഴും പറയുമായിരുന്നു, പത്രോസിന് യോഹന്നാനും യാക്കോബിനും കർത്താവ് എത്ര കൊടുത്തിട്ട് പോയി? അവർ പട്ടിണി പാവങ്ങളായിരുന്നു. എടുത്ത് വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാൻ സമയമില്ല. സമയം വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക.
1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 11, 12, 13 വായിക്കണം. ഇതാഴി വരെ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ട് ഉടുപ്പാനില്ല, കുടിക്കാനില്ല, ഒന്നുമില്ല. കർത്താവിൻ്റെ കൂടെ നടന്ന് ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കിയെന്ന് സാക്ഷ്യം പറഞ്ഞ് പ്രസംഗിക്കുക. കർത്താവിനെ കണ്ടവർ, തൊട്ടവർ, നോക്കിയവർ, കർത്താവിൽ നേരിട്ട് ഉപദേശം കിട്ടിയ ശിഷ്യന്മാർക്ക് അവർക്ക് സമ്പത്തൊന്നുമില്ല. ഇന്നത്തെ ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടിയ സമ്പത്ത്? 9,000 കോടി രൂപ KP സാറിനുണ്ടായിരുന്നത്. പത്രത്തിൽ വന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. ഇന്ന് ഈ ആത്മീയ കോളത്തിൽ കിടക്കുന്ന ന്യൂ ജനറേഷൻ പാസ്റ്റർമാര്, കൾട്ടുപദേശിമാര് കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിട്ടാണ് അവര് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വചനം പ്രസംഗിക്കുന്നതന്നെ സമ്പത്ത് ഉണ്ടാക്കാനാ. നിങ്ങളുടെ മേൽ FIR വീഴും. സ്വർഗത്തിൽ സ്വർഗീയ കോടതിയുടെ FIR നിങ്ങളുടെ മേൽ വീഴും. അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് മാനസാന്തരപ്പെട്ട് ദൈവവചന വസ്തുപ്രകാരം നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ, ശുശ്രൂഷകൾ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മേൽ സ്വർഗത്തിൽ നിന്ന് FIR വീഴും. നിങ്ങളെ ശിക്ഷ വിധിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്. ജോലിയും കൂലിയും കളഞ്ഞ് ഞാൻ ആ സുവിശേഷ വേലയ്ക്കൊണ്ട് ഇറങ്ങി തിരിച്ചവനാ. കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയവനാ. പക്ഷേ കർത്താവ് പറഞ്ഞു, വേണ്ട, അതുണ്ടാക്കിയ നിന്റെ കാര്യം പോക്കാണെന്ന് എൻ്റെ ഉള്ളത്തിൽ ഇപ്പോൾ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവിടുത്തെ വിഷയം, അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ, നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരുന്നത് അവർക്ക് നന്നായിരുന്നു. നീതിയുടെ വഴി, നീതിയുടെ ഉപദേശം, പഥ്യോപദേശം അത് വിട്ടുകളഞ്ഞ് ഭൗതിക സമ്പത്തിന്റെ പിറകെ പോയി. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലേക്ക് പോയതുപോലെ പോയിട്ട് എവിടെ പോയി? യോശുവയും കാലേബും ഒഴികെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ പോയല്ലോ. നശിച്ചു പോയല്ലോ അവര് മരുഭൂമിയിൽ. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ പട്ടുപോയെന്നല്ലേ പൗലോസ് പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായവും 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായവും വായിച്ചു പഠിക്കൂ സഹോദരങ്ങളെ. വായിക്കാൻ സമയമില്ല. അവരുടെ ശവങ്ങൾ മരുഭൂമി, ഒരേ അപ്പം തിന്നവർ, ഒരേ പാനപാത്രത്തിൽ കുടിച്ചവർ, ഒരേ അപ്പം തിന്നവർ, ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തവർ മരുഭൂമിയിൽ പട്ടുപോയി. അവരുടെ ശവങ്ങൾ വീണുപോയി. അവർ നശിച്ചുപോയി. ഇന്ന് അനേകര് അന്നത്തിന് വകയില്ലാതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച അനേക സുവിശേഷകന്മാർ ഇന്ന് കോടീശ്വരന്മാരാ. എവിടെ നിന്ന് കിട്ടി പണം? ആരെ കൊള്ളയടിച്ചുണ്ടാക്കി പണം? പറ. വല്ലവരെയും ചൂഷണം ചെയ്തു. എനിക്കറിയാം, ഒരു ഭക്തൻ യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറെ ആൾക്കാരെ, ഞാൻ ആളും പേരും പ്രസ്ഥാനമൊന്നും പറയുന്നില്ല, കൊണ്ടുപോയി ഓരോരുത്തരിൽ നിന്ന് 25,000 രൂപ വെച്ച് അടിച്ചു മാറ്റി കോടികൾ ഉണ്ടാക്കി. തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളി എന്തൊക്കെ മറുപടി പറഞ്ഞു, തടി തപ്പി രക്ഷപ്പെട്ടു. അതുപോലെ കോവിഡ് വരുന്നതിന് മുമ്പ് പറഞ്ഞു 5,000 പേര് കൂടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇവർ പറഞ്ഞു, ഇനി നമുക്ക് 10,000 പേരെ ദൈവം തരാൻ പോവുക. എന്തിനാണ് ഈ 5,000 പോയിട്ട് 10,000 ഇവരെ സ്വർഗത്ത് കൊണ്ടുപോകാനാണോ? ഓ, അതൊന്നും അല്ല പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇവിടെ വലിയ ആള് കളിക്കണം. ആളെ കൂട്ടുന്നത് എന്തിനാ? പൈസ ഉണ്ടാക്കാൻ. 8 ലക്ഷം പേര്, 5 ലക്ഷം പേര് പ്രാദേശിക നമ്മൾ ഇത്ര ഉണ്ടെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? തലപ്പത്തിരിക്കുന്നവർക്ക് ധനസമ്പാദനത്തിന് വേണ്ടി, ഭൗതികം വാരിക്കൂട്ടാൻ. അവർ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരാണ്. സുവിശേഷം എടുത്തപ്പോൾ എന്ത് പറ്റി? അവരെല്ലാം വിശ്വാസം തള്ളിക്കളഞ്ഞ് അവർ പഴയ ആ ജഡ സ്വഭാവത്തിലേക്കും ധനസമ്പാദനത്തിലേക്കും അവർ പോയി. ഹല്ലേലൂയ. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ, നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അത് വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർ നന്നായിരുന്നു. എന്നാൽ അവർ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് വന്ന് സംഭവിച്ചു. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുക. പഴയ അനുഭവത്തിലേക്ക് പോകാം. വിശുദ്ധിയുടെ പ്രമാണം കയ്യിൽ ഏന്തിയിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട്
വിട്ട അശുദ്ധിയിലേക്കും അധർമ്മത്തിലേക്കും മടങ്ങിപ്പോയി ധനസമ്പാദനം നടത്തി നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്ന ഒരു വലിയ സമൂഹമായി ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം തീർന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുക. പ്രസ്ഥാനങ്ങളുടെ കാശുകൾ വകമാറ്റി സ്വന്തം അച്ഛയുടെ പേരിലും മക്കളുടെ പേരിലും സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന എത്ര പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ അവർക്കിതിൽ കഴിയും? അതെ, അവർ പാപ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയതുപോലെ ഇന്നത്തെ ക്രൈസ്തവ കുലത്തിലെ പല ഭക്തന്മാരും പഴയ പാപ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി സുവിശേഷ വേല ധനസമ്പാദനത്തിന് വേണ്ടി അവര് എഴുതിയിരിക്കുക. പലരും കോടീശ്വരന്മാരാണ്. അത് ഓരോരുത്തരുടെ കോടിക്കണക്കിന് കണക്ക് ഞാൻ ഒരു സഹോദരൻ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായി ഒരു 5 പൈസ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല. ഞാൻ സമ്പാദിക്കാൻ പറ്റത്തില്ല, പേടിയാണ് എനിക്ക് കർത്താവിനെയും വചനത്തെയും പേടിച്ചു വിറയ്ക്കുന്നവനാണ് ഞാൻ. എനിക്ക് സമ്പാദിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമെന്ന് പൗലോസ് പറഞ്ഞു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണ്. അത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന് ബഹു ദുഃഖങ്ങൾക്ക് അതിനായി തീർന്നിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഇന്ന് പല ഭക്തന്മാരും അങ്ങനെയായി തീർന്നു. ധനസമ്പാദത്തിൻ്റെ പിറകെ പോയി അവർ പല ദുരന്തങ്ങളിൽപ്പെട്ട് മരിച്ച് നിത്യമായ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുക. ഭൗതികത്തിൻ്റെ പിറകെ ആരോടിയോ അവരെല്ലാം ഭൗതികം പ്രാപിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ആത്മീയ പാപ്പരത്വത്തിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു. അതാ വെളിപ്പാട് പുസ്തകം ലവോദിക്ക പറയുന്നത്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും വിട്ടില്ല. നീ ദരിദ്രനാണ്, നഗ്നനാണ്, കുരുടനാണ്. തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായി തീർന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായി. നീ ആത്മികനാണോ? ആത്മികനല്ല. എന്നാൽ ആത്മികനല്ലേ? ആത്മികന ആണെന്താ? രണ്ടും കെട്ട പർവ്വത്തിലായി. ലൂക്ക് വോം വാട്ടർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഇന്നത്തെ പല ദൈവമക്കളെയും കർത്താവ് ഉമിണ്ണുകളയത്തക്ക നിലയിലായി തീർന്നിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഇറങ്ങി തിരിച്ചവർ ആ നല്ല ദർശനം നഷ്ടപ്പെടുത്തി ഛർദ്ദിച്ചതൊക്കെ തിരിച്ചെടുത്ത് പന്നിയെപ്പോലെ പട്ടിയെപ്പോലെ ആയിത്തീർന്നിരിക്കുന്ന ദുരന്തകരമായ അവസ്ഥ. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ പറയാം, എവിടെ ചെന്ന് അവസാനിക്കുന്നു? നരകത്തിൽ ചെന്ന് അവസാനിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. അതുകൊണ്ട് എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരും നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ധനസമ്പാദനത്തിന് വേണ്ടി നിങ്ങൾ വചനം പ്രസംഗിക്കരുത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി വചനം പ്രസംഗിക്കരുത്. നീ പ്രസംഗിച്ച് ഒരു മെഴുകുതിരി പോലെ ഇല്ലാതാകണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെല്ലാം ദരിദ്രന്മാരായിരുന്നു. ഏറ്റവും വലിയ കോടീശ്വരനായ പൗലൂസിന്റെ സമ്പത്തിനെ കുറിച്ച് തിമോഥെയോസിനോട് പറയുന്നത് ആ ചർമ്മലിഖിതവും പുസ്തകവും പഴയ പുതപ്പും കൊണ്ടുവരാൻ. തന്റെ സമ്പാദ്യം അതായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയുടെ സമ്പാദ്യം ഒരു പഴയ പുതപ്പും ചർമ്മലിഖിതവും ചില പുസ്തകങ്ങളുമായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ മിഷണറിമാരുടെ അവസ്ഥയോ എല്ലാവരെ കുറിച്ച് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. വിശുദ്ധന്മാരായി ജീവിക്കുന്ന ദൈവവചനവസ്ഥയിൽ ജീവിക്കുന്ന നല്ലൊരു ശേഷിപ്പുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷവും ഭൗതികത്തിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുക. അപകടമാണ്. ആ പഴയ ദർശനങ്ങളൊക്കെ വിറ്റ്, ആ പഴയ ആത്മീക വെളിപ്പാടുകളും ദർശനങ്ങളെയൊക്കെ വിറ്റ് കളഞ്ഞ് ഭൗതികത്തിന്റെ പിറകെ പോയി പഴയ പാപപ്രവൃത്തിയിലേക്ക് അവർ പോയി, ധനസമ്പാദനത്തിലേക്ക് പോയി, വചനം വിറ്റ് തിന്നുന്നവരായി, റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്നവരായി. തന്നിമിത്തം അവർ ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടിരിക്കുക. അന്യഭാഷയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്. ആത്മദൃഷ്ടിയുള്ളവന് ഇവരെ തിരിച്ചറിയാൻ കഴിയും. യെസ്, ഞാൻ അങ്ങനെ പറഞ്ഞ് എൻ്റെ ഈ വേദഭാഗം അവസാനിപ്പിക്കുക. നമുക്കാർക്കും ഈ ദുരന്തമുണ്ടാകരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. സുവിശേഷ വേല ചെയ്തൊരു പൈസ സമ്പാദിക്കാൻ നമുക്കിടയാകരുത്. നമ്മുടെ മേൽ FIR വീഴാനിടയാകരുത്. സ്വർഗീയ കോടതിയുടെ കണ്ണ് ഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും
എല്ലാം അവിടെ റെക്കോർഡാണ്. അതനുസരിച്ചാണ് ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. ഒരു പന്നിയായി, ഒരു പട്ടിയായി നമ്മൾ തീരാതെ, ഛർദ്ദിച്ച് കളഞ്ഞതൊക്കെ തിരിച്ചെടുക്കാതെ, പണ്ട് ഭൗതികമൊന്നും വേണ്ടെന്ന് വെച്ച് നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിറ്റുകൊടുത്തിറങ്ങി തിരിച്ചവർ പോലും ഉണ്ട്. എന്നിട്ട് അതല്ല ഇപ്പം എന്ത് ചെയ്യൂ, ഛർദ്ദി തിരിച്ചെടുത്ത് തിന്നുകൊണ്ടിരിക്കുക. ലോത്തിന്റെ കണ്ണായി മാറി. നമുക്ക് ആ ദുരന്തം സംഭവിക്കരുത്. ലോത്തിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, പത്രോസ് പറയുന്നത്, വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. മിസിസിനെ കുറിച്ച് പറയുന്നത്, ഉപ്പ് തൂണായിപ്പോയി. റിമെമ്പർ ലോട്ട്സ് വൈഫ്, ഉപ്പ് തൂണായിപ്പോയി. ഈ ദൃഷ്ടാന്തം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വരും ദിവസങ്ങളിൽ ഭൗതികത്തിന്റെ പിറകെ ഓടിയ ലോത്തിനെ പോലെ ആകാതെ, ലോത്ത് വാരിക്കോരി ഊട്ടി വെച്ച മെറ്റീരിയൽസ് ഒക്കെ തീയിറങ്ങുമല്ലോ നോക്കി പുറകോട്ട് നോക്കിയെന്നൊക്കെയാണ് പണ്ടൊരു ഉപദേശി പ്രസംഗിച്ച്. ശരിയായിരിക്കാം. അച്ഛൻ കാശുണ്ടാക്കി വാരിക്കോരി കൂട്ടി വെച്ചിരിക്കുകയല്ലേ, വീട് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ. അവിടെയൊക്കെ തീയിറങ്ങാൻ നേരത്ത് എന്തായിരിക്കും? അത് ഓർത്ത് നോക്കിപ്പോയതാണെന്നൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, ആത്മീക ധനം, വിശ്വാസത്തിൽ സമ്പന്നരായി, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, സന്തോഷ സമൃദ്ധിയുള്ളവരായി, സ്വർഗീയ അനുഗ്രഹങ്ങളാൽ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മെ അനുഗ്രഹിച്ചിരുന്ന ആത്മീയ അനുഗ്രഹമാണ്, ഭൗതികമല്ല. ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹം ഭൗതികം, പുതിയ നിയമസഭയുടെ അനുഗ്രഹം ആത്മീകം. ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കർത്താവിൻ്റെ വരയിലൂടെ ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനുമുള്ള ദൈവകൃപ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച് കരുത്തന്മാരായ ശുശ്രൂഷകന്മാരായി മുൻപോട്ട് പോകാൻ ഈ ചെറിയ പ്രബോധനം ഉപകാരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.